ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത്. നോമ്പായതിന് ശേഷം നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, പിന്നെ അത് കൂടാണ്ട് പിന്നെ തിരക്കും, പിന്നെ എന്താ പറയുക, മൊത്തത്തിലൊരു മടി കൂടി വന്ന് പെട്ട കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അല്ലാത്ത നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റാത്ത സമയം കിടന്നില്ല, പക്ഷേ എന്തോ ഒരു ഭയങ്കര മടി കാരണം. അപ്പോൾ ഞാനിതാ ഇന്ന് കൊണ്ടാട്ട മുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് കുത്തി റെഡിയാക്കാൻ കേട്ടോ. നമ്മുടെ തൈരിലിട്ട് വെച്ചിട്ട് ഒരു 3-4 ദിവസം ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നോമ്പൊക്കെ ആയതിനു ശേഷം രാവിലെ നേരത്തെ, അല്ലെങ്കിൽ നമ്മളെ സമയത്ത് കഴിയാറുണ്ട്, പക്ഷെ എന്താ വെച്ചാൽ നോമ്പായി കഴിഞ്ഞ് നേരത്തെ ഒരു 10 മണിയുടെ മുന്നേ, 9 മണി 10 മുന്നേ തന്നെ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിച്ച് കൂട്ടോ, പണികളൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വൈകുന്നേരത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. അത് പത്തിരിക്ക് വേണ്ടി ഉരുളക്കിഴങ്ങ് കോഴിമുട്ട പൊരിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടോ. നമ്മുടെ കടലമാവും ഒരു നുള്ളു ഗരം മസാലയും ഉപ്പും ലേശം തൈരുണ്ടല്ലോ, തൈരോ മോരോ എന്തെങ്കിലും ഒഴിച്ച് വെച്ചിട്ട് ഒരു കുറച്ച് സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ചിട്ട് തന്നെ നമുക്ക് ബജ്ജിയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബജ്ജി ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ബാറ്റർ റെഡിയാക്കി വെച്ചതായിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏറെ ഇത് തിരക്കൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഈ ഫോൺ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഏറെ എടുക്കാൻ ഇങ്ങനെ ഒഴിവാക്കി മടി പിടിച്ച് വിടുന്നത്. കുറച്ച് ഞാൻ ഇവിടെ പച്ചക്കായ ഉണ്ടല്ലോ, അതുകൊണ്ടുള്ള ബജ്ജി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കി നോക്കാം, ഇതൊന്നും ഒന്നെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തതിലൊക്കെ ഉണ്ടാവും, പൊള്ളച്ചിട്ടൊക്കെ കിട്ടും കേട്ടോ, നല്ല കുഴപ്പമൊന്നുമില്ല. എന്നാലും ബേക്കിംഗ് സോഡയും അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം സോഡ ഒന്നും ഇടാണ്ടല്ലേ, അപ്പം അത് കാരണം കുഴപ്പമില്ല, തൈരായ കാരണം കൊണ്ട്. പിന്നെ ഞാൻ ഇറക്കി വെച്ചിട്ട് ഞാൻ വറവ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ, ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറവ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പത്തിരിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട്. പത്തിരിക്കാണ് കേട്ടോ ഈ ഒരു മുടുകക്കറി ടേസ്റ്റ്. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പൊരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടും കിട്ടും. പിന്നെ നമ്മൾ കുറേ വീഡിയോ വിടാണ്ടായതിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്മളെ വ്യൂസൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറ്റുന്ന മാതിരിയൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഞങ്ങളെ കൂടൊപ്പം വേണം. അങ്ങനെ നമ്മളിത് ആ ജോലി അടുക്കളത്തെ വൈകുന്നേരം നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. നല്ല കാറ്റാട്ട പാടത്തുനിന്ന് ഈ ഒരു സമയത്ത് ഇവിടെ അതൊരു കുഞ്ഞ് കിളിക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ അയലുണ്ടല്ലോ, അയലിൻ്റെ മേലിൽ നിന്ന് കയറ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ വന്നിട്ടാണ് കിളി കൂടുണ്ടാക്കിയിട്ടുള്ളത്. എന്ത് കിളീൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അങ്ങനെ നമ്മളിതാ വൈകുന്നേരം തിരുമ്പിയതൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി നോമ്പ് തുറക്കുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ മുമ്പാരത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ബാങ്ക് കൊടുക്കാനായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവിടെ കണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് റെഡിയാക്കിയാണ്. നോമ്പ് തുറക്ക് നമ്മളെല്ലാവരും നിലത്താണ് ഇരിക്കുക, ടേബിളും എല്ലാവരും കൂടി ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അൽഹംദുലില്ലാ ഒരു കാര്യമുണ്ട് പ്രത്യേകം, നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാ ഒരു ഇതൊക്കെ പൂർത്തിയായി തുടങ്ങിയിട്ടുണ്ട് വീട് പണി കേട്ടോ. അപ്പോൾ 10 വർഷത്തിൻ്റെ കാക്കാൻ്റെ പെടാപ്പാട് വിട്ട കഷ്ടപ്പാടാണ് കേട്ടോ. അൽഹംദുലില്ലാ വീട് പണിയൊക്കെ പൂർത്തിയാവാറായിട്ടുണ്ട്. അങ്ങനെ കിണർ നമ്മൾ കുത്താൻ തുടങ്ങി. കിണറ്റിൽ വെള്ളം കണ്ടു കേട്ടോ. അപ്പോൾ ഇന്നലെയാണ് കിണറ്റിൽ വെള്ളം കണ്ടത്, പണി മാറ്റാൻ നേരത്തേക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഈ ഒരു പൊരി വെയിലിൽ ഞങ്ങൾക്ക് എന്തായാലും റബ്ബ് വെള്ളം തന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാ എത്ര പറഞ്ഞാലും റബ്ബിനെ സ്തുതിച്ചാൽ മതിയാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പാടത്തിൻ്റെ ഒരു കാര്യമായ കാരണം കൊണ്ട് നമുക്ക് അധികം താഴേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു 5-ാമത്തെ കോലിന് നമുക്ക് അൽഹംദുലില്ലാ വെള്ളമൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഒന്നും കൂടി താത്തിയിട്ട് അങ്ങനെ നിർത്താമെന്നാണ് പണിക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെള്ളം കണ്ടിട്ടുണ്ട് വെച്ചാൽ നമ്മളിവിടെയൊക്കെ ചക്കര വെള്ളം ഉണ്ടാക്കും എന്ന് പറയും. പിറ്റേ ദിവസം ഫസ്റ്റ് ആ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ശർക്കര ഇതൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാ നാട്ടിലും ഉണ്ടെന്നാണ് തോന്നുന്നത്, നമ്മളിവിടെയൊക്കെ ഉണ്ട് എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ വന്നതാണ്. അപ്പോൾ പണിക്കാരൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ എടുത്തതെന്ന് നമുക്ക് തന്നിട്ട് അവർ തൂക്കുപാത്രത്തിൽ വെള്ളം മുക്കി തന്നു. നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി അങ്ങനെ എടുത്തിട്ട് നമ്മളത് കലക്കുകയാണ് ചെയ്തത്. നമ്മൾ അയൽവാസി ഉണ്ട് കേട്ടോ, ചേച്ചിമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് നോമ്പായ കാരണം കൊണ്ട് ഞങ്ങൾ കുപ്പിയിൽ കൊണ്ടുവരിക ചെയ്തത്. ഇനി നോമ്പ് തുറക്കണ സമയത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടമായില്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ സോപ്പ് മേക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്, സെയിലൊക്കെ ഉണ്ട്. ഇത് യൂസ് ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ടും പറയുന്നുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉഷാറായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കുറേ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഓർഗാനിക് സോപ്പിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, വ്ളോഗുകൾ ഇട്ടിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് ടൈം കാണുന്ന കൂട്ടുകാരെന്ന് വെച്ചെങ്കിൽ ചാനലൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് നോക്കണേ. സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാതെ വരയ്ക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.